ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ് ബ്യൂട്ടി വേൾഡ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പിനെ തടയാനും അതുപോലെ തന്നെ കണ്ണിനടിയിലെ ചുളിവുകൾ മാറ്റാനും അതുപോലെ കണ്ണിനടിയിൽ ഉണ്ടാകുന്ന പഫ്നെസ്, അതായത് ഭയങ്കരമായിട്ട് കണ്ണിൻ്റെ അടിഭാഗത്തൊക്കെ തടിച്ചിണക്കെ ഇരിക്കുമല്ലോ, അതെല്ലാം റിമൂവ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു മാസ്കാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നര ആഴ്ചത്തോളം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാസ്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡി ചെയ്യുന്നത്, അത് ചെയ്താലുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതെല്ലാം നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണിനടിയിലുണ്ടാകുന്ന കറുപ്പിനെ മാറ്റാനും അതുപോലെ തന്നെ കണ്ണിനടിയിലുണ്ടാകുന്ന ചുളിവുകൾ മാറാനും അതുപോലെ കണ്ണിനടിയിൽ ചെറുതായിട്ട് തടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു മാസ്കാണ്. അപ്പോൾ വെറുതെ ഒരു മാസ്ക് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ആഴ്ചയോളം നമുക്ക് ഇത് ഡെയിലി ചെയ്യാനായിട്ട് പറ്റി. ഡെയിലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം നല്ല റിസൾട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കത് എങ്ങനെയാണ് റെഡി ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അത് മാത്രമല്ല, നമ്മുടെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ്. അപ്പോൾ കോഫി പൗഡറിൻ്റെ ഉപയോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ടാനിനെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കോഫി പൗഡറിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു കഫെയിൻ എന്ന് പറയുന്ന ആ ഒരു സാധനം, അത് നമുക്ക് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റനിങ് ചെയ്യാനൊക്കെ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഫി പൗഡറിൽ എങ്ങനെയാണ് നമ്മൾ അണ്ടർ ഐ മാസ്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് പോയി കണ്ടിട്ട് നമുക്ക് നേരെ തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ കോഫി പൗഡറാണ് ഞാൻ ആദ്യം ഉപയോഗിച്ച് കോഫിയാണ് റെഡി ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ ബൗളിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അരിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ അതിന് ശേഷം ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ജെലാറ്റിനാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ജെലാറ്റിൻ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ഓൺലൈൻ വഴിയൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1.5 ടീസ്പൂൺ ജെലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജെലാറ്റിൻ്റെ ഉപയോഗം നേരത്തെ നമ്മളൊരു പീൽ ഓഫ് മാസ്ക് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ആ ജെലാറ്റിൻ 1.5 ടീസ്പൂൺ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡി ചെയ്ത് വെച്ചിരുന്ന കോഫി ഇതാണ്. അപ്പോൾ ആ കോഫി നല്ല ചൂടോടെ തന്നെയാണ് ഈ ജെലാറ്റിനിലേക്ക് ഞാൻ ഒഴിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെലാറ്റിൻ മെൽറ്റ് ആകണമെങ്കിൽ നമുക്ക് നല്ല ചൂടുള്ള ഇതായിരിക്കണം. അപ്പോൾ ഞാനിത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അതിൻ്റെ നമ്മുടെ ജെലാറ്റിനിലൊക്കെ ഉണ്ടാകുന്ന ലംസൊക്കെ നന്നായിട്ട് മിക്സായി നന്നായിട്ട് നമ്മുടെ കോഫി ആയിട്ടൊക്കെ മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി അത് ഫുള്ള് മിക്സ് ആയതിന് ശേഷം വേണം നമ്മളിതിനൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം വേണം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് തണുത്ത് കഴിഞ്ഞു. അപ്പോൾ കടുക്കാപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കടുക്കാപ്പൊടി നമുക്ക് അങ്ങാടിക്കടയിൽ നിന്നും അതുപോലെ ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ കടുക്കാപ്പൊടിയുടെ ഇതെന്ന് പറയുന്നത് നമ്മൾ എത്ര നല്ല കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് കടുക്കാപ്പൊടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ കോഫിയായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം അതിൻ്റെ ലംസൊക്കെ നമുക്ക് മിക്സ് ആവാതെ ഉണ്ടാകും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്ത് നമ്മുടെ കോഫിയുടെ ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. എന്നതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ കടുക്കാപ്പൊടി നമ്മൾ അവോയ്ഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കടുക്കാപ്പൊടി നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. അപ്പോൾ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഞാനിപ്പോൾ ഇവിടെ ഒന്നാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. കടുക്കാപ്പൊടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ അതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന്
റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ടിയായിട്ട് ഒരു തിക്നെസ് ഫോമിലേക്ക് വരുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേക്കിൻ്റെയൊക്കെ അടിഭാഗത്ത് ഇടുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പേപ്പർ ഉണ്ടെങ്കിൽ അതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എടുത്തത് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ എടുക്കുക. എന്നതിന് ശേഷം അതിലേക്ക് ഇത് നമുക്ക് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒരു നൈസ് കോട്ടിംഗ് ലെവലിൽ നമുക്കിത് പരത്തി വെക്കണം. അപ്പോൾ പേപ്പറിൻ്റെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ ലെവലിലായിരിക്കും നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഒരു ബൗളിലുള്ളത് ഞാൻ 2 സെക്ഷനാക്കിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് മാത്രം ഇതാ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തു. ഇനി അടുത്ത് വേറൊരു സെക്ഷനും കൂടി ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 സെക്ഷനാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് എളുപ്പം ഒന്ന് ജസ്റ്റ് സെറ്റ് ആകാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ പ്ലേറ്റിലോട്ടാക്കിയിട്ട് ഞാൻ ഒന്ന് ഫ്രീസറിൽ വെച്ചായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സെറ്റ് ആകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്നതിന് ശേഷം നമുക്ക് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിന് ഞാൻ 2ആയിട്ട് മടക്കി. അപ്പോൾ നമ്മുടെ 2 കണ്ണിൻ്റെ അടിഭാഗത്തും വെക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. 2ആയിട്ട് മടക്കിയിട്ട് അതിനെ കട്ട് ചെയ്ത് പീസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പിനനുസരിച്ച് പീസാക്കി മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെറിയ പീസുകളൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ട. നമുക്ക് ഒന്ന് കണ്ണിൻ്റെ അടിയിൽ ഇത് എടുത്ത് വെച്ചാൽ മാത്രം മതിയാകും. ചെറിയൊരു മസാജും കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ എടുത്ത് അങ്ങനെ നമ്മുടെ ഈ ഒരു ലെവലിൽ 2ആക്കി കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 കണ്ണിലും ഒരുപോലെ തന്നെ വെക്കാൻ പറ്റും. എന്നതിന് ശേഷം ഞാനിത് റിമൂവ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടോ, പേപ്പറിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. നല്ല ജെല്ല് പോലെയാണ് വരുന്നത്. നല്ല തണുപ്പായിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു തണുപ്പുണ്ടല്ലോ, നല്ല റിസൾട്ടും കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇളക്കി എടുക്കേണ്ടത്. പക്ഷേ അത് പെട്ടെന്ന് മെൽറ്റാകും. നമ്മുടെ കയ്യിൽ വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് മെൽറ്റാകും. പക്ഷെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മാസ്ക് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസാക്കിയൊക്കെ കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഞാൻ ഒരു ചെറിയ ബോക്സിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി എല്ലാ ദിവസവും നമ്മുടെ ഐ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഓരോ ചെറിയ പീസ് എടുക്കുന്നു, നമ്മുടെ കണ്ണിനടിയിൽ വെക്കുന്നു. ഇത് പെട്ടെന്ന് മെൽറ്റാകും. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ എടുക്കുന്നതിന് മുന്നേ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മളിത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അപ്പോഴേക്കും നന്നായിട്ട് നല്ല കട്ടിക്ക് ഇരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കിങ്ങനെ വെക്കാനായിട്ട് നല്ല ഒരു കൂളാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് മെൽറ്റാവും. അപ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ കണ്ണിലും അതുപോലെ വെക്കുക. ഇത് കണ്ടോ, ജസ്റ്റ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റാവും. നമ്മുടെ കണ്ണിനടിയിൽ എത്ര കറുപ്പും അതുപോലെ തന്നെ ചുളിവുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ആവാനായിട്ട് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഫേസിലായതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കണ്ണിനടിയിൽ ചെറുതായിട്ട് നൈസായിട്ടുള്ള ഒരു മസാജ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഐ പാക്ക് മാസ്ക് ഞാൻ ഇട്ട് ജസ്റ്റ് നമ്മൾ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് അത് മെൽറ്റായി പോകും. അതുകൊണ്ട് നമ്മൾ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ മെൽറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇത് നമ്മുടെ കണ്ണിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് മെൽറ്റായി തുടങ്ങും. അപ്പോൾ പതിയെ നമ്മളെടുത്ത് കുറേശ്ശായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നുമായിട്ട് അബ്സോർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത് ഫേസിലായി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ഫേസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഞാൻ ബാലൻസൊക്കെ ഉള്ളതിനെ ഞാൻ എൻ്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസിലും കൂടി നമുക്ക് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നും വരില്ല. നമുക്ക് കറുത്ത പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിട്ടുള്ള ഇതാണ്. പിന്നെ നമുക്ക് ഡെയിലി നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് കണ്ണിൽ നമുക്ക് ചെയ്യാനായിട്ട് ആ ഒരു ലെവലിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡെയിലി നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ
അപ്പോൾ നമ്മുടെ കണ്ണിനടിയിലെ മസാജ് എന്ന് പറയുന്നത് റിലാക്സ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മസാജ് ആയിരിക്കണം. അത് കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് ഭയങ്കരമായിട്ട് പ്രസ്സിങ് ഒന്നും കൊടുക്കാതെ ഇതുപോലത്തെ ഒരു ചെറിയ ലെവലിലുള്ള മസാജ് വേണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗമൊക്കെ നല്ല ഒരു റിലാക്സിങ് മൂഡിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഡ്രൈ ആകുന്നത് വരെ 10 മിനിറ്റും വേണ്ട, ഒന്ന് ജസ്റ്റ് ഡ്രൈ ആകുന്നത് വരെ നമുക്കിത് നമ്മുടെ ഫേസിൽ ഇട്ടിരിക്കുക. അതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ എല്ലാവരും നമ്മുടെ അണ്ടർ ഐ മാസ്ക് എങ്ങനെയാണ് റെഡി ചെയ്യുന്നത്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതെല്ലാം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, സീ യു.